ബഹുമാനികളെ, പ്രിയമുള്ളവർ, അറബി സാഹിത്യത്തിലെ അതിജീവനത്തിൻ്റെ നിഴലുകൾ, ഷാഡോ ഓഫ് സർവൈവൽ ഇൻ അറബിക് ലിറ്ററേച്ചർ എന്ന വളരെ പ്രൗഢമായ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജാഹിർ നമ്മോട് സംസാരിക്കുന്നു. ഈ വിഷയം അവതരിപ്പിക്കാൻ ഏറ്റവും പ്രാപ്തനും യോഗ്യനും പണ്ഡിതോചിതമായി നമ്മോട് അഭിമുഖീകരിക്കാൻ കരുത്തുമുള്ള പ്രിയപ്പെട്ട ജാഹിറിന് ഏറ്റവും സാധ്യമായ വേഗത്തിൽ അവസരമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. വിഷയത്തിൻ്റെ ഒരാമുഖം എന്നുള്ള നിലയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത്രയുമെങ്കിലും ഞാൻ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരാമുഖം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഷ, ചരിത്രം, സാഹിത്യം എന്നത് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 വേരുകളാണ്. 2 തരം ഭാഷകളാണ് നമുക്കുള്ളത്. ഭാഷകൾ അതിൻ്റെ വ്യവഹാരത്തിൽ 2 തരം ധർമ്മങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. ഒന്ന്, അധിനിവേശങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും ചട്ടുകമായി തീർന്ന ഭാഷകൾ. ഇംഗ്ലീഷ് പോലെ, ഫ്രഞ്ച് പോലെയുള്ള ഭാഷകൾ അത്തരത്തിൽ അധിനിവേശങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും ചട്ടുകമായി തീർന്ന, മാധ്യമമായി തീർന്ന ഭാഷകളാണ്. എന്നാൽ അധിനിവേശങ്ങളെയും കടന്നുകയറ്റങ്ങളെയും പ്രതിരോധിച്ച ഭാഷകളും നമുക്കുണ്ട്. അറബി ഭാഷ അത്തരത്തിലുള്ള ഒരു ഭാഷയാണ്. നാം സംസാരിക്കുന്നത് കോഴിക്കോട് തുറമുഖ നഗരിയിൽ നിന്നുകൊണ്ടാണ്. മധ്യകാലഘട്ടം വരെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ, മലബാറിൻ്റെ തീരദേശങ്ങളിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ഭാഷ അറബി ഭാഷയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഞാൻ ഈ അടുത്ത കാലത്ത് മലയാള ഭാഷാ പണ്ഡിതനായ സ്കറിയ സക്കറിയ സാർ, അദ്ദേഹത്തിൻ്റെ മലയാളികളും വിദേശ ഭാഷകളും എന്ന് പറയുന്ന ഒരു പഠന പ്രബന്ധത്തിൽ വായിച്ച ഒരു പ്രധാനപ്പെട്ട കോട്ടിങ് ഇവിടെ ഉദ്ധരിക്കാം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കൊളോണിയൽ കാലഘട്ടം വരെ മലബാറിൻ്റെ തീരദേശങ്ങളിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ഭാഷ അറബിയായിരുന്നു. അറബികളല്ലാത്ത ഫിനിഷ്യക്കാരും ജൂതന്മാരുമൊക്കെ മലബാറിൻ്റെ തീരങ്ങളിൽ വന്ന് നടത്തിയ കച്ചവടങ്ങളിൽ മാധ്യമമായി ഉപയോഗിച്ചത് അറബി ഭാഷയായിരുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അറബി ഭാഷക്ക് കൊളോണിയൽ കാലഘട്ടം വരെ 2 തരം സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് വാണിജ്യപരമായ അതിൻ്റെ സ്വാധീനം, രണ്ടാമതായി അതിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതിൻ്റെ രാഷ്ട്രീയപരമായ സ്വാധീനം. ഈ 2 തരം സ്വാധീനതകളുടെ തുടർച്ചകളിൽ നിന്നാണ് കേരളത്തിൻ്റെ അറബി ഭാഷയും അറബി സാഹിത്യവും ഉടലെടുത്തത് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആദ്യകാല അറബി സാഹിത്യങ്ങളും അറബി രചനകളും ഗ്രന്ഥങ്ങളും അത് എന്തുകൊണ്ട് അറബിയായി എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. മധ്യകാലഘട്ടം വരെ കേരളത്തിലെ മലയാളികളെ നേർക്കുനേരെ സ്വാധീനിച്ച ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. സ്കറിയ സക്കറിയ സാറ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മലയാളി പ്രാഥമികമായി ലോകത്തെ കണ്ടത് അറബി ഭാഷയിലൂടെയാണ്. കാരണം തീരദേശങ്ങളിൽ വന്ന വൈദേശികരായ ആളുകളോട് തീരദേശങ്ങളിലെ ജനങ്ങൾ സംവദിച്ച ഭാഷ അറബി ഭാഷയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട്ടുകാരനായ കാളി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ രചിച്ച അൽ ഫത്ഹുൽ മുബീൻ ലിസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പോരാട്ട കാവ്യം, അദ്ദേഹം തന്നെ അതേ നൂറ്റാണ്ടിൽ രചിച്ച അൽ ഖുതുബാത്തുൽ ജിഹാദിയ എന്ന് പറയുന്ന കൊളോണിയൽ വിരുദ്ധ പ്രഭാഷണങ്ങളുടെ ഉള്ളടക്കമായ അറബി ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു തീരദേശമായ പൊന്നാനിയിൽ നിന്നുകൊണ്ട് രചിക്കപ്പെട്ട തഹ്രീർ അഹ്ലിൽ ഈമാൻ അല ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്ന പോരാട്ട കാവ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം രചനകളെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അറബി ഭാഷ
കേരളം മുതൽ അതല്ലെങ്കിൽ പ്രാദേശിക തലം മുതൽ സർവ്വദേശീയം വരെയുള്ള തലങ്ങളിൽ എല്ലാ കാലത്തും അധിനിവേശത്തിനെതിരെയും പ്രതിരോധത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ സാമൂഹ്യമായ ആഘാതങ്ങൾക്ക് നേരെയും നിരന്തരമായി സംവദിച്ചിരുന്നു എന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാഹിർ സാർ നമ്മോട് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ആമുഖമെന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട ജാഹിർ സാറെ നിങ്ങൾക്ക് ആമുഖമായി പരിചയപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. മദ്രാസ് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം 42ഓളം 24 പുസ്തകങ്ങളും 42 റിസർച്ച് ജേർണൽസും അദ്ദേഹം ഇതിനകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 14ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ ഇതിനകം അദ്ദേഹത്തിന് കീഴിൽ വിദ്യാർത്ഥികൾക്ക് PhD നൽകപ്പെട്ടിട്ടുണ്ട്. 50ഓളം MPhil സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഞാനൊക്കെ അദ്ദേഹത്തെ വായിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. തിരുവള്ളൂരിൻ്റെ തിരുക്കുറൽ, അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു തിരുക്കുറലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. നമുക്കറിയാം തിരുവള്ളൂരിൻ്റെ തിരുക്കുറൽ അത് വളരെ പ്രസിദ്ധമാണ്. അതിനെ അദ്ദേഹം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. എന്ന് മാത്രമല്ല, ലോകത്തിലെ 7ഓളം അറബ് രാജ്യങ്ങളിൽ ഈ തിരുക്കുറലുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു തിരുക്കുറലിൻ്റെ ഒരു കൾച്ചറൽ അംബാസഡർ എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ സൂചിപ്പിക്കാവുന്നതാണ്. അത്രമേൽ ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രകടമാണ്. ഞാൻ കൂടുതൽ ഉപചാരങ്ങളുമില്ലാതെ ഉപക്രമത്തിൽ ആമുഖത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ നേരെ ചൊവ്വേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി, പ്രബന്ധാവതരണത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you so much, Dr. Shakir Hussain, for your kind words and introduction. പൊതുവായിട്ട് ഞാൻ പറയാറുണ്ട്, എൻ്റെ മാതൃഭാഷ തമിഴാണ്, എൻ്റെ ഭാര്യ ഭാഷ മലയാളമാണ്, എൻ്റെ ലവറിൻ്റെ ഭാഷ അറബിക്കാണ് എൻ്റെ ലവർ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലവേഴ്സ് കുറിച്ച് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലവർ എന്ന് പറയുന്നത് അറബിക് ലാംഗ്വേജാണ്. സോ അങ്ങനെയും ആവാമല്ലേ. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു congratulate Government Arts and Science College for organizing such an important literature festival on an important theme, shadows of survival whilst confronting trauma. So when I entered the campus, I have seen a flags of Palestinian children which were killed in Palestine-Israel war. So that's why I would like to start my presentation reciting a poem, a very popular poem of Mahmoud Darwish. So I have translated into Arabic, so that you can follow the theme of the festival and my talk, and followed by Tamil translations. I have translated into Tamil, then you can understand the meaning, you can feel the pain of this poem. So title of the poem, Risalatun min al-Manfa, letter from an exile. Tahiyatan wa qublatan, tahiyatan wa qublatan, وليس عندي ما أقول بعد. من أين أبتدي وأين أنتهي، ودورة الزمان دون حد، وكل ما في غربتي زوادة فيها رغيف يابس ووجد، ودفتر يحمل عني بعض ما حملت،
بصقت في صفحاته ما لاق بي من حقد. من أين أبتدئ؟ وكل ما قيل وما يقال بعد قد لا ينتهي بضمة أو لمسة من يد. لا يرجع الغريب للديار، لا ينزل الأمطار، لا ينبت الريش على جناح طير ضائع منهد. من أين أبتدئ؟ تحية وقبلة وبعد. الليل يا أمة الليل ذئب جائع سفاح يطارد الغريب أينما مضى ويفتح الآفاق للأشباح. وغابة الصفصاف لم تزل تعانق الرياح. ماذا جنينا نحن يا أمة؟ ماذا جنينا نحن يا أمة؟ حتى نموت مرتين، فمرة نموت في الحياة ومرة نموت عند الموت. هل تعلمين ما الذي يملأني بكاء؟ أبي مرضت ليلة وهد جسمي الداء. هل يذكر المساء مهاجرا أتى هنا ولم يعد إلى الوطن؟ هل يذكر المساء مهاجرا مات بلا كفن؟ يا غابة الصفصف هل ستذكرين أن الذي رموه تحت ظلك الحزين كأي شيء ميت إنسان؟ هل تذكرين أنني إنسان وتحفظين جثتي من سطوة الغربان؟ أمة لمن كتبت هذه الأوراق؟ أي بريد ذاهب يحملها؟ ووالدي وإخوتي والأهل والرفاق، لعلكم أحياء، لعلكم أموات، لعلكم مثلي بلا عنوان، بلا وطن، بلا علم، ودون ما عنوان. ما قيمة الإنسان؟ ما قيمة الإنسان؟ வாழ்த்தும் முத்தமும் வாழ்த்தும் முத்தமும். இதற்கு பிறகு சொல்வதற்கு எதுவும் இல்லை என்னிடம். எங்கிருந்து தொடங்குவேன்? எங்கே முடிப்பேன்? காலத்தின் சுழற்சிக்கு எல்லை இல்லை. என் நாடோடி பயணத்தில் என்னிடம் இருக்கும் உணவு பொருள் ஒரு காய்ந்த ரொட்டி துண்டும் சிறிது தண்ணீரும் தான். ஒரு குறிப்பேடும் உள்ளது. என் சுமையில் சிறுதை அது சுமக்கின்றது. என் வெறுப்பை அதன் பக்கங்களில் துப்பியுள்ளேன். எங்கிருந்து தொடங்குவேன்? சொல்லப்பட்டவை சொல்லப்படாதவை அனைத்தும் ஒருமுறை ஆற தழுவுவதால் அல்லது கை குலுக்குவதால் முற்று பெறாது. நாடோடியை தாய்நாட்டிற்கு திரும்ப அழைத்து வராது. மழையை பொழிவிக்காது. அழிந்து நாசமாகிவிட்ட பறவையின் ரக்கையை முளைக்கச் செய்யாது. நான் எங்கிருந்து தொடங்குவேன்? வாழ்த்தும் முத்தமும். தாயே, தாயே, இரவென்பது இரத்தத்தை உறிஞ்சும் கடும் பசி கொண்ட ஓநாய். இரவென்பது இரத்தத்தை உறிஞ்சும் கடும் பசி கொண்ட ஓநாய். நாடோடி செல்லும் இடமெல்லாம் அது அவனை துரத்துகின்றது.
ஆவிகளுக்காக அடிவானங்களை திறக்கின்றது. மூங்கில் காடு காற்றை தழுவிக்கொண்டே இருக்கிறது. அம்மா அம்மா, நாம் என்ன பாவம் செய்தோம் இருமுறை இறக்க? வாழும் போதும் ஒரு முறை இறக்கின்றோம், இறக்கும் போதும் ஒரு முறை இறக்கின்றோம். அம்மா, நான் கண்ணீரில் மூழ்கிய காரணம் உனக்கு தெரியுமா? தாயே எழுந்திருங்கள், தாயே எழுந்திருங்கள். இரவில் நான் நோயிற்று விட்டேன். நோய் என் உடலை சிதைத்து விட்டது. மாலை பொழுதுக்கு நினைவிருக்குமா இங்கே நாடு துறந்து வந்தவனை, தாய் நாட்டுக்கு திரும்பாதவனை? மாலை பொழுதுக்கு நினைவிருக்குமா தாய் நாட்டிலிருந்து வெளியேறியவனை, சவக்கோடு இல்லாமல் இறந்தவனை? வஞ்சி மரக்காடே, உன் துயருற்ற நிழலுக்கு அடியில் ஏதோ ஒரு சடலத்தை வீசி எறிந்தார்களே, அது மனித உடல். நினைவிருக்கிறதா உனக்கு? அது தெரிந்தும் காக்கைக்கு இரையாகாமல் என் உடலை பாதுகாத்தாயே, ஞாபகம் இருக்கிறதா? அம்மா அம்மா, யாருக்காக இக்கடிதங்களை எழுதுகிறேன்? யாருக்காக இக்கடிதங்களை எழுதுகிறேன்? எந்த தபால்காரர் இவற்றை கொண்டு வருவார்? தரை, கடல், ஆகாயம் எல்லா வழிகளும் மூடப்பட்டு விட்டனவே. அம்மா, நீங்கள், அப்பா, சகோதரர்கள், உறவினர்கள், நண்பர்கள் எல்லோரும் ஒருவேளை உயிரோடு இருக்கலாம், அல்லது இறந்திருக்கலாம், அல்லது முகவரி இல்லாமல் அலைந்து திரியலாம். என்னை போல மனிதனுக்கு என்ன விலை? மா கீமத்துல் இன்சான், மனிதனுக்கு என்ன விலை? நாடற்ற, கொடியற்ற, முகவரியற்ற மனிதனுக்கு என்ன விலை? Thank you. So dear friends, then you can understand the theme of the literature festival. Now we are talking about the pain of Palestinian people. So drama literature not only about the pain of war. So drama literature is a literature that focuses on the expressions of psychological, social and political wounds, as well as the concerns and challenges faced by survivors in the contemporary societies. Dear friends, today itself, there are many people who are struggling to survive due to their caste, religion, gender, color, land, faith. So this literature covers all these important aspects. So I would like to present my talk from poetry collections of Mahmoud Darwish and Unmun, the eminent Syrian poet Nizar Qabbani, and some novels and short story collections. So there are many novels, poetry and short story collections in Arabic which convey the shadows of survival and the complexity of drama. So I would like to focus on the poems of Mahmoud Darwish, as I mentioned earlier, and Nizar Qabbani, which carry the pain of the Arab society, especially Palestine, Syria, Lebanon. And also, I would like to point out some of the most prominent novels and short story collections that may fall within the scope of drama literature. So, dear friends, so I have translated some selected short stories of the Egyptian writer Ihsan Abdul Quddus.
അവരുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് അഖ്ലി വ ഖൽബി. ഇതാണ് ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് നജീബ് മഹഫൂസ് ഹു റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അപ്പോൾ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസിൻ്റെ ഈ അഖ്ലി വ ഖൽബി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, ഇത് കംപ്ലീറ്റ്ലി അറബ് സൊസൈറ്റി അവരുടെ ഒരു പെയിൻ, അവരുടെ സോഷ്യൽ ലൈഫ്, എസ്പെഷ്യലി സ്ത്രീകൾ എങ്ങനെയാണ് ഒരു അപ്രസായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ ജീവിക്കുന്നതിനുള്ള പല ആസ്പെക്ട്സിൽ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ഈ കളക്ഷനിൽ പറയുന്നത്. അതിലൊരു സ്റ്റോറി ഉണ്ട്, കിറുക്കി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്, മജ്നൂനത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും എന്താണ് നമ്മൾ നോക്കുമ്പോൾ ആ സ്റ്റോറി അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദൈവം ഉണ്ടോ, ദൈവം ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ? ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറവൻ ദൈവം ആണാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനോടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ പെട്രോളിൻ്റെ കിട്ടുന്നത് മുമ്പുള്ള ഒരു ജീവിതം പറയുന്നത് എല്ലാവരും ഈക്വലാണ്, അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല, ആണോ പെണ്ണോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കുറേ കാലം മുമ്പ്, പെട്രോൾ കിട്ടുന്നതിന് മുമ്പ്. പെട്രോൾ കിട്ടിയതിന് ശേഷമുള്ള ജീവിതം അങ്ങനെ മറിച്ചാണ്. ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സ്റ്റോറിൻ്റെ. അതിൻ്റെ ഒരു ഹീറോയിൻ ചെറുപ്പം തൊട്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ സ്വന്തം ആളെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാം അവനാണെന്നുള്ള ഒരു മനസ്സിലാണ്, ഒരു ഫെയ്ത്താണ്, ഒരു കോൺഫിഡൻസാണ്. ഒരു ദിവസം അവൻ പഠിക്കാൻ വേണ്ടി അവൻ പോകുന്നുണ്ട്. ഒരുപാട് വിഷമം, ഇത്ര ദിവസം കൂടെ ഇരുന്ന ഒരാൾ നമ്മളെ വിട്ട് പോകുമ്പോൾ പഠിക്കാനാണ്, എന്നിട്ടും ഒരുപാട് വിഷമമാണ്. അപ്പോൾ അവർ അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഹത്തയക്കും, അതിന് ചോദിക്കും എങ്ങനെയാണ് അവൾ ഉണ്ടെന്നുള്ളത് ചോദിക്കും. പക്ഷെ എന്നിട്ടും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. എന്തോ ഒരു അപകടനം സംഭവിക്കാൻ പോകുന്നുള്ള ഒരു വേദന, ഒരു പെയിൻ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അവൻ തിരിച്ച് വരുമ്പോൾ ഒരു വെള്ളക്കാരി ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ്. അവൾ ഭയങ്കര ഷാക്കാണ്. അപ്പോൾ ഇത്ര വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ കാമുകൻ വേറൊരാളെയും കൂട്ടിയിട്ട് വന്നല്ലോ. അത് കംപ്ലീറ്റ്ലി ഒരു വെസ്റ്റേൺ കൾച്ചർ, ഇങ്ങനെ സ്ലീവ് ഇല്ലാത്ത ഒരു ഷോർട്ട് ഗൗൺ ഇട്ടിട്ട് അവൾ വന്നുകൊണ്ടിരിക്കും. ഭയങ്കരമായിട്ട് കിടന്ന് കരയണം, ഭയങ്കര കരച്ചിലാണ്. അവളെ നോക്കിക്കൊണ്ട്, കാരണം ഒന്നും അവൾ ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല, അവളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഇല്ലാത്തത് അവളുടെ അടുത്ത് എന്താണ്, എന്തുകൊണ്ടാണ് അവന് ഇവളെ കൊണ്ടുവന്നത്, കല്യാണം കഴിച്ചത്, ലവ് ചെയ്തെന്നുള്ളവർ ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവസാനം ഭയങ്കരമായിട്ട് കരഞ്ഞു പോവുക. ആ സമാധാനപ്പെടുത്തിയിട്ട് അവളെ സമാധാനം ആയിട്ടില്ല. അവളെപ്പോലെ ആവണമെന്നുള്ള ഒരു മനസ്സിൽ, ഒരു അഭിപ്രായത്തിൽ അവളുടെ തൊലി അങ്ങനെ കിടന്ന് ചൊറിഞ്ഞ് അവളെ പോലെ നമ്മൾ വെള്ളയാവണമെന്നുള്ള ഒരിതിൽ ഒരുപാട് കോസ്റ്റ്യൂംസൊക്കെ വാങ്ങിച്ച് ഉപയോഗപ്പെടും. ഒന്നും നടന്നില്ല. അവസാനം അവളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ വേണ്ടി അവളുടെ പാരൻസ് ഡിസിഷൻ എടുത്തപ്പോൾ അവളുടെ ഏജ് 15 വയസ്സാണ്. അവസാനം ഒരു 50 വയസ്സ് ആൾക്കാർക്ക് അവളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ആ പെണ്ണിൻ്റെ വയസ്സ് 15ആണ്. അവർ തീരുമാനിച്ച ആള് 50 വയസ്സ് ആളാണ്. കല്യാണം നടന്നു. അപ്പോൾ അവൾക്ക് ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അറബ് സമൂഹത്തിൽ പെണ്ണിന് ഒരു വിലയില്ല, പെണ്ണിൻ്റെ വാക്കിന് ഒരു വിലയില്ല, അവളുടെ സമ്മതമാണെന്ന് ഒന്നും ചോദിക്കില്ല. ആ ഒരു സൊസൈറ്റിയിലാണ് അവൾ ജീവിച്ചത്. എപ്പോഴും ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ല. ചില ചേഞ്ചസ് റീസെൻറ്റ് ടൈംസ് വന്നിട്ടില്ല, അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല, അത് അവൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ല, സ്വാതന്ത്ര്യമില്ല, ഫ്രീഡമില്ല, ഒന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവൾ ജീവിച്ചത്.
അപ്പം കല്യാണം കഴിഞ്ഞു. സോ ഫസ്റ്റ് നൈറ്റാണ്. ആ ഫസ്റ്റ് നൈറ്റിൽ അവൻ തൊടാതിരിക്കാൻ വേണ്ടി അവൾ ചില ആക്ഷൻ ചെയ്യുന്നുണ്ട്. അവൾ പ്രാന്ത് പിടിച്ചതുപോലെ കിടന്ന് അവൾ ഡാൻസ് കളിക്കുന്നു. ഭയങ്കരമായിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് ഷൗട്ട് ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അയാൾ പേടിച്ചു. എല്ലാവരും വന്നു. അവൾക്ക് എന്താണ് പ്രാന്ത് പിടിച്ചോ. അപ്പോൾ അവൾ അങ്ങനെ നിർത്താതെ കണ്ടിന്യൂ ആയിട്ട് കരഞ്ഞ് ഷൗട്ട് ചെയ്ത് ഡാൻസ് കളിച്ച് സെൻട്രൽ ഹാളിലേക്ക് വന്നു. റൂമിൽ നിന്ന് അവൾ ഹാളിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും സത്യത്തിൽ ഇവൾക്ക് പ്രാന്ത് പിടിച്ചു ഉള്ള ഇതിൽ പ്രാന്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് ചേർക്കുകയാണ്. അവസാനം അവൾ ചോദിക്കുന്ന ചോദ്യം, എനിക്ക് മാത്രമാണ് പ്രാന്ത്, അല്ലെങ്കിൽ ഈ അറബ് സൊസൈറ്റിയിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും പ്രാന്താണോ, ദൈവം ആണാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനോട് ആ സ്റ്റോറി അങ്ങനെ അവസാനിക്കും. സോ ലൈക്ക് ദിസ് സ്റ്റിൽ the women society are struggling to survive due to their gender. In our country also we don't find the equal freedom for girls, women. In respect of job, equal salary, job, education, higher education. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് മറികടന്ന് നമ്മൾ സർവൈവ് ചെയ്യണം, അത് ഓവർകം ചെയ്യണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോ ഹൗ ടു ഓവർകം ദിസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി എന്നുള്ളതാണ് മെയിൻ തീമാണ് ഇതിൻ്റെ. സോ അതുപോലെ വേറൊരു സ്റ്റോറിയാണ് ചവ ഒപ്പന്തക്കാർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ ഒരവസ്ഥയെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു പവർഫുൾ സ്റ്റോറിയാണ്. യഥാർത്ഥത്തിൽ പല ഭാഗത്തും നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. എപ്പോഴും മെയിൻലി വില്ലേജസ്, റൂറൽ പ്ലേസസിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം ചവ ഒപ്പന്തക്കാർ എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ അടക്കുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, ഒരാൾ ഏജൻ്റാണ്. ഇത് ഈജിപ്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അവർ ഫസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യും. ഒരാൾ സീരിയസ് എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലുള്ള സിറ്റുവേഷൻ എന്താണ്, അവരുടെ പ്രോപ്പർട്ടി എന്താണ്, എത്ര അവരുടെ ക്രോസ് തേറും, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. അത് അനുസരിച്ച് അവർ ബാർഗെയിൻ ചെയ്യും, അവർ ഡിമാൻഡ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഒരു ചെറുപ്പക്കാര പയ്യനാണ് അവൻ. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ്റെ പോവർട്ടി കൊണ്ടും പഠിപ്പ് പാതിൽ നിർത്തി. അവൻ്റെ ഉപ്പയും അതുപോലെ ആ ബിസിനസ്സിലുള്ള ഒരാളാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് ഈ ജോലി എനിക്ക് വേണ്ട, വേറൊരു ജോലി വേണം ഒരുപാട് പറഞ്ഞിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചു. അവന് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ തന്നെ ആ ജോലിൻ്റെ ഒരു ഫെമിലിയാരിറ്റി അവനക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു ജോലി അറിഞ്ഞൂടാ. അപ്പോൾ അവൻ ഒരു കമ്പനി തുടങ്ങി, ഒരു ഏജൻസി തുടങ്ങി. മരിച്ചവരെ അടക്കുന്ന ഒരു ചടങ്ങുകൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ആ സമൂഹത്തിൽ ഈ ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ എല്ലാവർക്കും എന്താ പറയാം, ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഈ ജോലി ചെയ്യുന്നവർ നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല, അവർ ജുബ്ബ ഇടണം, തൊപ്പി വയ്ക്കണം, ചൊപ്പി ധരിക്കണം, ഓക്കെ, പിന്നെ കുർത്ത ഇടണം, സൂട്ട് ഇടാൻ പാടില്ല, നല്ല ഭംഗിയുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല, എപ്പോഴും തസ്ബീഹ് ചെയ്യണം. ഇതുപോലത്തെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു സ്റ്റാൻഡാണ്, മൈൻഡ് സെറ്റാണ് ആ സൊസൈറ്റിൻ്റെ മൈൻഡ് സെറ്റ്. ആരും അടുത്ത് വരില്ല. എൻജോയ്മെന്റ് മറ്റേ മരിച്ച ആളുടെ കൂടെ ഉള്ള ആളാണ്, മരിച്ച ആളുടെ ഉള്ള സ്നേഹത്തിലുള്ള ആൾക്കാരാണ്, ആൾ കിட்ட വരില്ല. എന്നിട്ടും എന്ന് പറയാതെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകും. അവനൊരു മനുഷ്യനല്ലേ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ഒരു ക്ലബിന് പോയി, ഡാൻസ് കഴിച്ചു. അപ്പോൾ എല്ലാവരും ചിരിച്ചു, ഭയങ്കര ചിരിപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ചിരിക്കുന്നത്? നമ്മളുടെ ഡാൻസ് അങ്ങനെ പോരെ, എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? അവൻ നല്ല ഡാൻസറാണ്, അവൻ്റെ ലവറും നല്ലോണം ഡാൻസ് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്? അപ്പോഴാണ് അവൻ ഓർത്തത്, ഓ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് എല്ലാവരും എന്നെ കണ്ട് ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഒരു ഡോക്ടറിന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ്, ഒരു എഞ്ചിനീയറിന് കിട്ടുന്ന റെസ്പെക്റ്റ് എന്തിനാണ് എനിക്ക് കിട്ടുന്നില്ല? ഇപ്പോൾ സൊസൈറ്റി എന്തിനാണ് എങ്ങനെ
ഈ ഡിസ്ക്രിമിനേഷനോ എന്നെ കാണുന്നതിനുള്ള ഒരു പെയിൻ എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സുകൾ തന്നെ ഒരു പെണ്ണിൻ്റെ സ്നേഹം കിട്ടുമ്പോൾ അവന് പറയും ഈ മറ്റാളാണ് കൂടെ പോകരുതെന്ന്. ഇങ്ങനെ പല തടസ്സങ്ങളും വന്നു പോയി. അവസാനം അവൻ്റെ മനസ്സിൽ വേറൊരു ധാരണ ഉണ്ട്. സമൂഹത്തിനെ പറഞ്ഞിട്ട് ഒരു കുറ്റമില്ല, ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ എനിക്ക് അവന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇപ്പം ചവറ് കളക്ട് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, അപ്പം അവനെ കാണുമ്പോൾ എനിക്കും ഒരു സെയിം ഫീലാണ് എനിക്കും കിട്ടുന്നത് എൻ്റെ മനസ്സിൽ. അവനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒതുങ്ങി പോകും. അപ്പം എന്നെ കാണുമ്പോൾ ഒരു താഴ്ന്ന ജോലി ചെയ്യുന്നവൻ്റെ ഉള്ള ധാരണ എൻ്റെ മനസ്സിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പം സൊസൈറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഒരു ചവറുകൾ കളക്ട് ചെയ്യുന്ന ഒരാൾ, ഞാൻ, രണ്ടുപേരുടെ ജോലിയും ഏതാണ്ട് സെയിമാണ്. അതിലൊരു ബ്യൂട്ടിഫുൾ ലൈനും ഉണ്ട്. അപ്പം അവന് ചവറുകൾ കളക്ട് ചെയ്ത് ചവറ് ഗുഡൗണിൽ കൊണ്ടിടുന്നു, ഞാനും ചവറുകൾ കളക്ട് ചെയ്ത് ഖബറിൽ കൊണ്ടിടുന്നു. ചവറും മനുഷ്യനും ഒന്നാണ്, അവൻ്റെ ജോലിയും എൻ്റെ ജോലിയും ഒന്നാണ്. എന്നിട്ടും അവനെ കാണുമ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥത, എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ. അവൻ്റെ അടുത്ത് ഞാൻ പോവില്ല, അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെ ഒതുങ്ങി പോകും. ഈ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ ഉള്ളപ്പോൾ മറ്റ് സൊസൈറ്റി എന്നെ കാണും, അന്തസ്സിൽ കൂടിയവർ എന്നെ എങ്ങനെയാണ് കാണുന്നതിനുള്ള ഒരു തോന്നൽ അവൻ്റെ മനസ്സിലുണ്ട്. അവസാനം എന്തായാലും നമ്മൾ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്ത് കുറേ പെണ്ണുകൾ നോക്കി അവസാനം ആരും കിട്ടിയില്ല. അവസാനം ഒരു പ്രപ്പോസൽ വന്നു. അവളും ഇവനെപ്പോലെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഡോക്ടറാണ്. അപ്പം അവൻ അവസാനം കല്യാണം കഴിച്ചതും ഇവൻ്റെ ഏജൻസിയിലുള്ള ഇവൻ്റെ ജോലിയിലുള്ള ഒരാളെയാണ് എന്നുള്ള ഇതിൽ ആ സ്റ്റോറി കംപ്ലീറ്റ് ആവും. അപ്പം ജോലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും സൊസൈറ്റിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു അഡ്വക്കേറ്റ്, ഒരു ടീച്ചർ, ഇതുപോലെ സാധാരണ ജോലികൾ ചെയ്യുന്നവർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റ് അത് നമ്മൾ മാറ്റണം. So how they are struggling to survive in this world, why they are not getting respect from others, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പം ഈ ഒരു സെമിനാർ, ഈ ഒരു ഫെസ്റ്റിവൽ, ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടേണ്ടത് അങ്ങനെയാണ്. സോ വി ഹാവ് ടു ട്രീറ്റ് എവ്രി വൺ ആസ് ഈക്വൽ. ദാറ്റ് ഈക്വാലിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തീം ഓഫ് ദിസ് ഫെസ്റ്റിവൽ. അത് നമ്മൾ മനസ്സിൽ കേട്ടണം. അതുപോലെ ഇത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു പെണ്ണിൻ്റെ ഇതാണ്. രണ്ടാമത്തത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനാണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ നോവലുണ്ട്. ഇത് പോർച്ചുഗീസിൽ നിന്ന് അറബിക്കിൽ ട്രാൻസ്ലേഷൻ ആയ ഒരു നോവലാണ്. അൽ അമ, ദ ബ്ലൈൻഡ്നെസ്സിനുള്ള ഒരു അടിപൊളി നോവലാണ്. ഈ നോവൽ എഴുതിയത് ജോസ് സറാമാഗോ, ഒരു പോർച്ചുഗീസ് റൈറ്ററാണ്, വെരി പോപ്പുലർ റൈറ്ററാണ്. 1998 നോബൽ പ്രൈസ് കിട്ടിയ ഒരു റൈറ്ററാണ്. ആ കമ്മിറ്റി പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടി അവർ പറയുന്ന റീസണിൽ ഈ നോവലും ഉണ്ട്. ഈ നോവൽ പറയുന്നത് ഒരു പകർച്ച രോഗം, പെട്ടെന്ന് ഒരു വൈറസിൽ ഒരു പകർച്ച രോഗം വന്ന് പലർക്കും കാഴ്ച പോകും. ഇതാണ് നോവലിൻ്റെ ഒരു മെയിൻ തീം. കുറേ പേർക്ക് അങ്ങനെ പകർച്ച രോഗത്തിൽ കാഴ്ച പോയി. അപ്പോൾ ഡോക്ടറിൻ്റെ അവർക്കും പോയി, അവരുടെ വൈഫിനും കാഴ്ച പോയി. സോ ഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ വൈഫിന് മാത്രം അവർക്ക് ആ കാഴ്ച തിരിച്ച് കിട്ടി. അപ്പം അവൾ ഒരു ഡിസിഷൻ എടുത്തു, നമ്മൾ ഇവനെ വിട്ട് പോകാൻ പാടില്ല എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓർഡർ ആ ഒരു പകർച്ച രോഗത്തിൽ പെട്ടവർ ക്വാറന്റൈൻ ഇരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഓർഡർ. അങ്ങനെ കുറേ കേസുകളുണ്ട്. പക്ഷേ ഇവൾ ക്വാറന്റൈൻ ഇരുന്നിട്ടില്ല. ഇല്ല, ഞാൻ എൻ്റെ വൈഫിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിൽ അവളെ കൂടെ ജീവിക്കുന്നുണ്ട്, പോയിട്ടില്ല. ഇപ്പം അവളുടെ ഒരു ഡ്യൂട്ടി പറയുന്നത്, സോ ഇങ്ങനെ അഫക്റ്റായ പീപ്പിൾ കുറേ പേർക്ക് കാഴ്ച പോയല്ലോ.
അവർ മാനസിക അവസ്ഥ, അവരുടെ സൈക്കോളജിക്കൽ പെയിൻ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി കുറേ ട്രെയിനിങ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരു ടീമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് ആക്കി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അഫക്റ്റായ എല്ലാ പീപ്പിളും ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് ഒരു 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 സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവൾ ഏറ്റെടുത്ത്, ഇല്ല നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ സർവൈവ് ചെയ്യണം, ഈ ഒരു ലോകത്തിൽ നമ്മൾ സർവൈവ് ചെയ്യണം. അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ സ്റ്റോറി സരമാഗോ വളരെ അത്ഭുതമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പകർച്ചരോഗം വരുമ്പോൾ പലരുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. നമ്മൾ മറ്റേ കൊറോണ പീരീഡിൽ നമ്മൾ കണ്ട അവസ്ഥയാണ്. മരിച്ചവർ അവരുടെ സ്വന്തം ബന്ധുക്കൾ പോലും അടുത്ത് പോയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പം അതുപോലെ ഒരു അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് മാനേജ് ചെയ്യണം, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് ഈ അൽ അമ്മ എന്ന് പറയുന്ന ഒരു സ്റ്റോറി. അടുത്ത് ബാബു ഷംസ് എന്ന് പറയുന്ന ഒരു ഫലസ്തീനിയൻ സ്റ്റോറിയാണ്. ഇലിയാസ് ഖൗരിയുടെ ഒരു സ്റ്റോറിയാണ്. ഗേറ്റ് ഓഫ് ദ സൺ. ഈ സ്റ്റോറി ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ബെയ്റൂത്ത് റെഫ്യൂജി ക്യാമ്പിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ഫലസ്തീനിയൻ ഫൈറ്റർ വാറിൽ അവൻ്റെ പരുക്ക് എടുത്ത് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഹി വാസ് സ്ട്രഗ്ലിംഗ് ടു സർവൈവ് ഫ്രം ദറ്റ് ആക്സിഡൻറ്റ്. അവൻ മരണത്തോട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്നോ നാളെയോ അടുത്ത സെക്കൻഡോ ഉള്ള ഒരു മരണത്തോട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അവൻ്റെ പേര് യൂനുസ് ആണ്. അപ്പോൾ ഒരു ഡോക്ടർ, ആ ക്യാമ്പിലുള്ള ഒരു ഡോക്ടർ ഖലീലാണ്. അപ്പം അവർ ഇവൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ്സ് ഫലസ്തീനിയൻ സ്റ്റോറീസ്. ഫലസ്തീൻ്റെ സ്റ്റോറീസും ഈ സ്ട്രഗിൾ ചെയ്യുന്നവരുടെ സ്റ്റോറീസൊക്കെ പറഞ്ഞ് അവൻ്റെ സ്ക്രിപ്റ്റ് കൂട്ടുകയാണ്. ത്രൂ സ്റ്റോറി ടെല്ലിംഗ് ഹി വാസ് ട്രൈങ് ടു ഇംപ്രൂവ് ഹിസ് ഹെൽത്ത്. ഇപ്പോൾ വേറെ മരണത്തോട് പോരാടുന്ന ഒരാളോട് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കൽ മെത്തഡോളജി ത്രൂ അവർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബാബു ഷംസ് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതുപോലെ പല ഫീൽഡിൽ പല ആസ്പെക്ട്സിൽ ഈ ട്രാമ ലിറ്ററേച്ചറിനുള്ളത് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സെൻസിലാണ് ഇപ്പോൾ നിസാർ ഖബ്ബാനി, മഹ്മൂദ് ദർവീഷ്, അദോനിസ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അദോനിസ് ലിവിങ് പോയറ്റാണ്, സിറിയൻ പോയറ്റാണ്. കേരളത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവരെ ഹോണർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 94 years old ലിവിങ് പോയറ്റാണ് അദോനിസ്. അതുപോലെ മഹ്മൂദ് ദർവീഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ കുറേ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയമാണ് അൽ ബൈത്തു ഖത്തീല, ദ ഹൗസ് മർഡർ. നിങ്ങൾ ആലോചിക്കാം, നമ്മൾ ജീവിക്കുന്ന ഹൗസ്, നമ്മുടെ സ്വന്തം വീട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. എവറി ഇയർ വി ഫേസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ദർ ഇസ് ദ നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്. ഇപ്പം വയനാട്, അതുപോലെ ഇത് മുമ്പ് നമ്മൾ കണ്ട ഫ്ലഡിൻ്റെ അവസ്ഥ, ഇതിൽ കുറേ പേർ മരിച്ചു, കുറേ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു, കുറേ ലാസാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ ഗൾഫിൽ ഒരു ചെറിയ ജോലി ചെയ്ത് അവർ ഏൺ ചെയ്ത് സേവ് ചെയ്ത ഒരു ചെറിയ സേവിങ്, അതിലൊരു ഭംഗിയായിട്ട് നല്ല ഒരു ചെറിയ വീട് അപ്പോൾ ആ ഫ്ലഡിൽ അവരുടെ കണ്ണ് മുമ്പ് ആ വീട് പോയി. അപ്പോൾ അവരുടെ പെയിൻ എന്താണ്, എങ്ങനെ അവർ സർവൈവ് ചെയ്യുന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ വീടാണ് എല്ലാം അല്ലേ. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീട്, അതിലുള്ള എല്ലാ സാധനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് അവർ ഹൗസ് ഹാസ് എ ലൈഫ്. അതാണ് പറയുന്നത്. ഹൗസ് എന്ന് പറയുന്നത് ലൈഫ് ഇല്ലാത്തതല്ല. അത് നമ്മുടെ ഹൗസ് ഹോൾഡിങ് തിങ്സ് എല്ലാത്തിനും ഒരു ജീവനുണ്ട്, എല്ലാത്തിനും ഒരു ലൈഫുണ്ട്. അപ്പം അവർ പറയുന്ന ഒരു പെയിൻ, ഒരു ഫലങ്ങൾ കാണാം. കുറേ ഹൗസസ് destroyed, demolished in the war. In last war, many
children killed in the war. Most of the killed people were children, school students, school teachers. Thousands of schools are destroyed in the war. അപ്പം അതൊന്നും ജീവൻ ഇല്ലാത്തതല്ല. അതുകൊണ്ട് അവർ പറയുന്നത് അൽ ബൈത്തു ഖതീലൻ, the house murder ബിദഖീഖത്തിൻ വാഹിദത്തിൻ തൻതഹി ഹയാതു ബൈത്തിൻ കാമില. البيت قتيلا هو أيضا قتل جماعي حتى لو خلا من سكانه. مقبرة جماعية للمبادئ الأولوية المعدة لبناء مبنى للمعنى أو قصيدة غير ذات شأن في زمن الحرب. The house murder, in 1 minute the whole life of your house ends. The house murder is also a mass murder. Even if vacant of its residence, it's a mass grave for the basic elements needed to construct a building for meaning and for an insignificant point in a time of war. The house murder is a amputation of things from their relations and from their names of emotions. And it is tragedies need to gain eloquence to contemplate the life of a thing. In each thing, there's a being that judges. The memory of fingers, the memory of sun, the memory of an image, and houses get murdered just as their residents get murdered, and the memory of things get murdered. All these things are the memories of people who were emptied of things, and the memories of things that were emptied of people all end in 1 minute. Our things, there is only one difference between us and the household things. Our things die like us. Our things die like us, but they don't get buried with us. There is a difference between the dead people and murdered houses. So beautifully he narrated and picturized this pain. So we can have another important point. I have a lot of materials due to the time. I shall cut short. Nizar Qabbani. So the life of Nizar Qabbani was full of pain. His elder sister Vishal committed suicide in 1938. So due to love failure, she killed herself to avoid forced to marry someone and she did not love. So at that time, Qabbani was 15 years old. So Qabbani was a Syrian poet. So his first wife, Faiza, divorced him. His second wife, Balqis, was killed in a guerrilla bomb blast at Iraq Embassy, Beirut in 1981. So like this, the life of Qabbani was so full of pain and death. When his wife was murdered, he recited, compiled a poem. So Qasidat Balqis. So he says, Balqis, أيتها الأميرة ها أنت تحترقين في حرب العشيرة والعشيرة. ماذا سأكتب عن رحيل ملكتي؟ إن الكلام فضيحتي. ها نحن نبحث بين أكمام الضحايا عن نجمة سقطت وعن جسد تناثر كالمرايا. ها هنا نسأل يا حبيبتي
in kana hadha al-qabr qabraki anti am qabr al-aruba. So that he openly blamed the entire Arab world for his wife's death. So he asked Balqis, "O princess, you burn caught between tribal wars. What will I write about the departure of my queen? Indeed, words are my scandal. Here we look through piles of victims, for a star that fell, for a body streamed like fragments of mirror. Here we ask, oh my love, was this your grave or the grave of Arab nationalism?" So openly he blamed the whole Arab countries. So like this, so we can have lot of verse, so short story collections, so novels and poetry collections which narrate the pain of the people. So the people of Palestine, Lebanon, Syria and other parts of the country. So on this occasion we have to take a pledge to treat all people as equal. This is main theme of this festival, this literature festival. So our beloved Professor Dr. Abdul Rahim is following me for last 2 months to make this event a successful one. Okay, so he has taken much pain and efforts to conduct this wonderful event in a successful manner. So I would like to take this opportunity to thank our beloved respected head of the department, Dr. Abdul Rahim, and teacher Aisha and other guest faculty members, students and the whole team of this event for organizing this literature festival in a successful manner and grand manner. So once again, I thank you all for your involvement in this session. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Thank you for your intellectual words. Thanks for your thought-provoking words. Dr. Zahir has well presented an intellectual talk blended with a very meaningful and very beautiful experiences. Of course, he has depicted in his eloquence how the Arabic poems and short stories overcome these suppressions, oppressions, segregations, discriminations, which happening over the society time to time. Anyhow, we would like to extend our extreme thanks once again. Now it's the time for the discussions. You can raise your questions, confusions, clarifications, debate with our chief guest. സിറിയ, ലബനാൻ, ഈ ഫലസ്തീൻ ഭാഗം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഗൾഫ് കൺട്രീസ് ഇവിടെ നിന്നുള്ള തരത്തിലുള്ള ലിറ്ററേച്ചറുകൾ വല്ലതും ഉണ്ടോ? ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഷോർട്ട് സ്റ്റോറി ഈജിപ്തിൻ്റേതാണ്. ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, അഖ്ലി വ ഖൽബി, എൻ്റെ ചിന്തയും എൻ്റെ ഹൃദയം എന്നുള്ള ഒരു ബുക്കാണ്. അത് ഈജിപ്ഷ്യൻ സൊസൈറ്റിയെക്കുറിച്ചുള്ള അവിടെ നടക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ, അവിടെ അല്ല ഗൾഫ് കൺട്രീസ്. ഗൾഫ് കൺട്രീസിൽ സെയിമാണ്. ഞാൻ 2015 സൗദി അറേബ്യ പോയിരുന്നു, സുഹൃത്തുക്കൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പം അത് ലഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്. ഈ ഒരു അടുത്ത ഒരു പീരീഡിലാണ് സൗദി അറേബ്യയിലും അതുപോലെ മറ്റ് അറബ് കൺട്രീസിലും കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അവർക്ക് ഇതുവരെ ഒരു ഈക്വൽ ഫ്രീഡം എന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതുപോലെ കുറേ നോവൽസ്, ഡോക്യുമെൻ്ററി ഫിലിം ഇഷ്ടം പോലെ ഉണ്ട് സൗദി അറേബ്യയെക്കുറിച്ചുള്ള. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരുപാട് പോവർട്ടി ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ പാവങ്ങൾ ജീവിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് സൗദി അറേബ്യയിൽ.
ആരും ഒരിക്കലും വിശ്വസിക്കില്ല സൗദി അറേബ്യയിൽ പ്രോപ്പർട്ടിയാണോ, പാവങ്ങളാണോ. ഉണ്ട്, അവിടെ ഒരു പ്ലേസ് ഉണ്ട്, അതേക്കുറിച്ച് കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതേക്കുറിച്ച് കുറേ പോയംസ് ഉണ്ട്. സൗദി അറേബ്യയിലുണ്ട്, ദുബൈയിലുണ്ട്, UAE-യിലുണ്ട്. എല്ലാ ഗൾഫ് കൺട്രീസിനും ഇതുപോലത്തെ ഒരു അവസ്ഥ, ഒരു സൊസൈറ്റീൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അറബ്സ് ട്രീറ്റ് ചെയ്യുന്നത് ഒന്നാണ്, നോൺ അറബ്സ് ട്രീറ്റ് ചെയ്യുന്നത് വേറെ ഒരു തരത്തിലാണ്. ഇത് എല്ലാവർക്കും അറിയാം. അവർ നമ്മളെ ഒരിക്കലും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവർ ദേ ആർ നോട്ട് ട്രീറ്റിംഗ് ആസ് ഈക്വൽ. അറബ് അജമുനുള്ളത് എപ്പോഴും അവിടെ മനസ്സിലുണ്ട്. ഒന്ന് രണ്ട് എക്സെപ്ഷൻ ഉണ്ടാവാം, പക്ഷേ എല്ലാ കൺട്രീസിലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ളത് ഇപ്പോഴും ഉണ്ട്. അസ്സലാമു അലൈക്കും. എഴുത്തുകാർ പരാമർശമൊക്കെ പുരുഷന്മാരെ കുറിച്ചാണ്. ഒരുപാട് സ്ത്രീ എഴുത്തുകാരികൾ അറബ് ലോകത്തുണ്ട്, പക്ഷെ ഒരാളെ പേര് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സിൽ കുറേ പേരുണ്ട്, നോവലിസ്റ്റ്, പിന്നെ പോയറ്റ്. മൊറോക്കോയിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഫാത്തിമ. പിന്നെ ഇറാഖ് നോവലിസ്റ്റ് വഫ അബ്ദുൾ റസാഖ്. അപ്പോൾ അവർ ലണ്ടനിലാണ് താമസം. അവരുടെ വർക്ക് ഞാൻ തമിഴിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഇനിയും എന്താ പറയാം, സ്ത്രീകൾ എഴുത്തുകാർ കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള സമയമില്ല. അവരുടെ സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ്.